അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ എക്സാമിന്റെ ഡേറ്റ് വന്നു, കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വന്നു. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, എല്ലാവരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുമായി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നവംബർ 11 എക്സാം വരാൻ പോകുന്നത്. നമുക്കിനി കൃത്യം 60ഓളം ദിവസം മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾക്കൊരു 3 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഫിറ്ററുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. KWA ഫിറ്റർ, വാട്ടർ അതോറിറ്റിയിലോട്ടുള്ള ഫിറ്റർ, അതേപോലെ തന്നെ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ്, ഫിറ്റർ ഗ്രേഡ് 2 എന്നുള്ള 3 എക്സാമിന് വേണ്ടിയിട്ട് ഒന്നിച്ചൊരു കോമൺ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സാമിന് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഫിറ്റർ എക്സാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കുമെന്ന് തന്നെ പറയാം. കാരണം സിലബസിലൊന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല. കൃത്യമായിട്ടും പഴയ സിലബസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 10 മൊഡ്യൂളും 10 ടോപ്പിക്സുമായിട്ടുള്ള സിലബസ് ആയിരുന്നു. എല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പുതുതായിട്ടാണ് നിങ്ങൾ ഈ എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 മാസം കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫിറ്ററിന് വേണ്ടിയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കണം, എന്തെല്ലാമാണ് സിലബസിൽ അടങ്ങിയിരിക്കുന്നത്, നമ്മൾ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സിലബസ് നോക്കാം. നമ്മുടെ സിലബസ് ഉണ്ടായിരുന്നു 10 മൊഡ്യൂളാണ് സിലബസ് ഉള്ളത്. 10 മൊഡ്യൂളിന്റെ 10 മാർക്ക് വീതം ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഓരോ മൊഡ്യൂളുകളും എന്താണെന്നുള്ളത് പറയാം. നമ്മൾ മൊഡ്യൂളുകളൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എന്താണ് അതിൽ ടോപ്പിക്ക് വരേണ്ടതെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേരുകൾ മാത്രം തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ് അല്ലെ. നമ്മൾ ഒരു ഫിറ്റർ വർക്ക്ഷോപ്പിൽ കയറുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന കാര്യം മെഷറിങ്ങും മാർക്കിങ്ങും ഒക്കെയാണ് അല്ലെ. നമ്മൾ ഫിറ്ററിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മെഷർ ചെയ്ത് മാർക്ക് ചെയ്താണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ മാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസും മാർക്ക് ചെയ്യുന്ന മെത്തേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ മാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പഞ്ച്, സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. മാർക്കിംഗ് ചെയ്യുന്ന മെത്തേഡുകളും പഠിക്കുന്നുണ്ട്. ഓരോ എക്യുപ്മെന്റ്സിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നതും അവിടെ പൗഡർ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്, മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് എന്നുള്ള ഭാഗത്ത് വരുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ആണ്. മാർക്കിങ്ങിന്റെ ഒപ്പം തന്നെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ മെഷറിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഏതൊക്കെയാണ്, ആ ടൂൾസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആ ടൂൾസുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അളവുകൾ ഉണ്ടാവും, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, ആ മെഷറിംഗ് ടൂൾസിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഹാൻഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൂൾസുകൾ, പല ടൈപ്പ് ടൂൾസുകളുണ്ട്. മെഷീൻ ടൂൾസ് ആയിട്ടും ഹാൻഡ് ടൂൾസ് ആയിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസുകളുണ്ട്. അതിൽ നമുക്ക് ഹാൻഡ് ടൂൾസ്, നമ്മളെ കൈ കൊണ്ട് ഉപയോഗിക്കാവുന്ന ടൂളുകളുണ്ട്. ആ ടൂളുകൾ ഏതൊക്കെയാണ്, അതിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ ഒന്നാമത്തെ മൊഡ്യൂള് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ്. രണ്ടാമത്തെ മൊഡ്യൂള് ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ആണ്. ദെൻ മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കാം, കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ്. മാർക്കിംഗ് കഴിഞ്ഞ് മെഷറിംഗിന്റെ ടൂൾസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് കട്ടിംഗ് ടൂൾസ് ആണ്. കട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ, അതിൽ മെഷീൻ കട്ടിംഗ് വരാം, നമ്മളെ ഹാൻഡ് കട്ടിംഗ് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അതോടൊപ്പം തന്നെ കട്ടിംഗ് ഓപ്പറേഷൻസ് കൂടിയും അതിൽ കൂടി ചേരുന്നുണ്ട്. കട്ടിംഗ് ഓപ്പറേഷൻസ്, പല രീതിയിലെ കട്ടിംഗ് ഉണ്ട്. ആ കട്ടിംഗ് ഓപ്പറേഷൻസ് എല്ലാം തന്നെ മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നുണ്ട്. ദെൻ നാലാമത്തെ മൊഡ്യൂൾ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നാലാമത്തെ മൊഡ്യൂൾ വരുന്നത് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മൾ വെർനിയർ കാലിപ്പർ, മൈക്രോമീറ്റർ, വെർനിയർ ഹൈറ്റ് ഗേജ്, അങ്ങനെ കുറേ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചും അതിന്റെ ലീസ്റ്റ് കൗണ്ടും അതുകൊണ്ട് എങ്ങനെ മെഷർ ചെയ്യാം, ഒരു ടൂൾ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ മെഷർ ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മളെ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. അപ്പോൾ അതാണ് നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 5ാമത്തെ മൊഡ്യൂൾ നോക്കാം, ഫാസ്റ്റ്നെസ്സും പവർ ട്രാൻസ്മിഷനും. അപ്പൊ നമ്മൾ ഈ ഒരു 4 മൊഡ്യൂളോളം നമുക്ക് എന്താണ് വന്നിരുന്നത്, ടൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ടൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു 4 മൊഡ്യൂൾ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഫാസ്റ്റ്നെസ്സും പവർ ട്രാൻസ്മിഷനും. ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് 2 ബോഡി പാർട്ടുകൾ തമ്മിലൊക്കെ ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനിങ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. നെറ്റ് ആൻഡ് ബോൾട്ട് ഉപയോഗിക്കാറുണ്ട്, റിവെറ്റുകൾ ഉപയോഗിക്കാറുണ്ട്, കീകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഫാസ്റ്റ്നെസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഫാസ്റ്റ്നെസിനെ കുറിച്ചാണ് നമ്മളുടെ 5th മൊഡ്യൂളിൽ വരുന്നത്. അതോടൊപ്പം തന്നെ പവർ ട്രാൻസ്മിഷൻ ഡ്രൈവുകളൊക്കെ ഉണ്ടല്ലോ, ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, അങ്ങനെയുള്ള പവർ ട്രാൻസ്മിഷൻ മെത്തേഡ്സ് ആണ് 5th മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ 5 മൊഡ്യൂൾ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ 4 മൊഡ്യൂൾ ടൂൾസ് ആണ്, അടുത്തത് 5ാമത്തെ മൊഡ്യൂളും നമ്മൾ പറഞ്ഞു.
ഇനി നെക്സ്റ്റ് നമുക്ക് 6th മൊഡ്യൂൾ നോക്കാം. 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് മെറ്റൽ ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് ആണ്. ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ്, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് മെറ്റൽ, അതിൽ ഓരോ മെറ്റൽസിലും അടങ്ങുന്ന കാർബന്റെ അളവ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മെറ്റൽസ് വരുന്നത്. അതോടൊപ്പം തന്നെ ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് വരുന്നത്. ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, അനീലിംഗ്, ടെമ്പറിംഗ്, കൊഞ്ചിങ്, ഹാർഡനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കാര്യങ്ങളാണ് 6th മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളും 10 മാർക്ക് വീതമാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ 10 മാർക്കാണ്. ഇപ്പോൾ 6 മൊഡ്യൂൾ കഴിഞ്ഞു, നമുക്ക് ടോട്ടലി 60 മാർക്ക് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർജിങ് ആണ്. 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോർജിങ് ആണ്. ഫോർജിങ് ഓപ്പറേഷൻസ്, എന്തെല്ലാം ഫോർജിങ് ഓപ്പറേഷൻസ് ഉണ്ട്, ഫോർജിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസുകൾ, ഫോർജിങ് ടൂൾസ് തന്നെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഫോർജിങ് കാര്യങ്ങളാണ് 7ാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. 8ാമത്തെ മൊഡ്യൂളിൽ ഷീറ്റ് മെറ്റൽ വർക്ക്, ഷീറ്റ് മെറ്റലിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ, അതോടൊപ്പം തന്നെ ഷീറ്റ് മെറ്റലിന്റെ ജോയിന്റ്സ്, ഷീറ്റ് മെറ്റൽ വർക്ക് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് 8th മൊഡ്യൂളിൽ വരുന്നത്. 9th മൊഡ്യൂൾ എന്ന് പറയുന്നത് വെൽഡിംഗ് ആണ്. വെൽഡിങ്ങിന്റെ അറിയാം, വെൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വെൽഡിങ്ങിന്റെ ഓപ്പറേഷൻ ഉണ്ട്, വെൽഡിങ്ങിന്റെ പ്രിൻസിപ്പിൾ ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് ജോയിന്റ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ വെൽഡിംഗ് ജോയിന്റിലെ ഡിഫെക്ട്സുകൾ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വെൽഡിംഗിൽ ഉള്ളത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, ഫ്യൂഷൻ വെൽഡിങ്, സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്, അങ്ങനെ കുറെ ഒട്ടനവധി വെൽഡിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടിഗ്, മിഗ് ഒക്കെ ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് 9ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലെയ്ത്ത് ആണ്. നമുക്ക് നമ്മളുടെ ലെയ്ത്ത് കണ്ടിട്ടുണ്ടാവും, മെഷീൻ ഷോപ്പിൽ നിങ്ങൾ കണ്ടാവും ലെയ്ത്ത് ഉണ്ടായിരിക്കും. ലെയ്ത്തുമായി ബന്ധപ്പെട്ടില്ലേ, അതിന്റെ ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻസ്, അതിന്റെ പാർട്സ്, ലെയ്ത്തിലെ ഓപ്പറേഷൻസ്, ലെയ്ത്തിൽ അറ്റാച്ച് ചെയ്യുന്ന കുറെ ഉപകരണങ്ങളുണ്ട്. വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആണെങ്കിലും, ടൂൾ പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, അതിന്റെ ഗിയർ മെക്കാനിസം ആണെങ്കിലും ഒക്കെ നമുക്ക് ലെയ്ത്തുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ കാര്യങ്ങളാണ് 10ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ നമുക്ക് 10 മൊഡ്യൂളാണ് ടോട്ടൽ ഉള്ളത്. ഓരോ മൊഡ്യൂളും 10 മാർക്ക് വീതമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മളുടെ സിലബസിൽ വരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് സിലബസ് വന്നിട്ടുള്ളത് അല്ലെ. ഒരു ഫിറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് വന്നിട്ടുള്ളത്. ഇതേ സിലബസ് തന്നെ ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കുറെ അവൈലബിൾ ആണ്. നമുക്ക് അതൊക്കെ വെച്ചിട്ട് തന്നെ അനാലിസിസ് ചെയ്തിട്ട് പഠിക്കാൻ കഴിയും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയേണ്ടത്. നമുക്കിപ്പോൾ ഈ ഇത്രയും മൊഡ്യൂൾസിന്റെ പേര് കേൾക്കുമ്പോൾ തോന്നും ഇതിൽ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നായിരിക്കും നമ്മളുടെ ഡൗട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ അതിന് നമുക്ക് ഒരു കുറച്ച് പോയിന്റ്സ് ആയിട്ട് നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഉണ്ടായിരിക്കേണ്ട അറിവ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ജസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് പറയുന്നത് ടൂൾസും എക്യുപ്മെന്റ്സിനെയും കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അതായത് ഓരോ ഓപ്പറേഷൻസും ഓരോ മൊഡ്യൂളും, ലെയ്ത്ത് ആണെങ്കിൽ ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന ടൂൾസ്, ഫോർജിങ് ആണെങ്കിൽ ഫോർജിങ്ങിൽ ഉപയോഗിക്കുന്ന ടൂൾസ്, ഹാൻഡ് ടൂൾസ്, മെഷീൻ ടൂൾസ്, അങ്ങനെ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ടൂൾസ്, പ്രിസിഷനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസും എക്യുപ്മെന്റ്സും, ഇങ്ങനെയുള്ള എല്ലാ ടൂൾസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഷീറ്റ് മെറ്റൽ ജോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഫോർജിങ് ആണെങ്കിൽ ഫോർജിങ് ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഏതാണെന്ന്. അപ്പൊ ടോങ്സിനെ കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോങ്സ് അറിഞ്ഞിരിക്കണം. ആ ടോങ്സിൽ ഓരോ ടോങ്സിനും ഓരോ ഉപയോഗം ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ എല്ലാവിധ ടൂൾസുകളുടെയും ഉപയോഗവും അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെസിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇത് രണ്ടാമത്തെ വർക്കിംഗ് ഓപ്പറേഷൻ ആണ്. വർക്കിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു ആർക്ക് വെൽഡിങ്ങിന്റെ പ്രിൻസിപ്പിൾ, അല്ലെ ആർക്ക് വെൽഡിങ് എങ്ങനെ ചെയ്യുന്നു, ഒരു ഗ്യാസ് വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. നമ്മളൊരു ടാപ്പർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ടാപ്പർ ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തെല്ലാം മെത്തേഡിലാണ് ടാപ്പർ ട്രെയിനിങ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് വർക്കിങ്ങുമായി ബന്ധ ഓപ്പറേഷൻസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് മെറ്റീരിയൽസ് യൂസ്ഡ്, നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇപ്പോൾ ഓരോ ടൂൾസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ ഓരോ മെഷീൻ ടൂൾസുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഏതൊക്കെ മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചത്, നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഉണ്ടല്ലോ അല്ലെ. ഇപ്പോൾ ഒരു ടൂളിന്റെ കാര്യം നമ്മൾ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നുണ്ട്, കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നുണ്ട്, കാർബൈഡ് ടൂൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ടോട്ടലി പറയാണ് 10 മൊഡ്യൂളിൽ നിന്ന് വരുന്ന എല്ലാത്തിന്റെയും മെറ്റീരിയൽസ് നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ പിന്നെ മെഷീൻ പാർട്സ് ആണ്. മെഷീൻ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ലെയ്ത്ത് പറയുകയാണെങ്കിൽ ലെയ്ത്തിന്റെ പാർട്സ്, ലെയ്ത്തിന് ഏതൊക്കെ പാർട്സ് ഉണ്ട്, ആ പാർട്സിന്റെ ഒക്കെ ഫംഗ്ഷൻ എന്താണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് ലെയ്ത്ത് തന്നെ എടുക്കാം. ലെയ്ത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ടൂൾ പോസ്റ്റ് ഉണ്ട്, സാഡിൽ ഉണ്ട്, കാരിയേജ് ഉണ്ട്, കോമ്പൗണ്ട് റസ്റ്റ് ഉണ്ട്, ഇങ്ങനെ കുറെ ഇതുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഈ പാർട്സ് എന്തിനാണ്, എവിടെയാണ് ഉണ്ടായിരിക്കുക, അതിന്റെ യൂസ് എന്താണ്. ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ടെയിൽ സ്റ്റോക്ക് എന്തിനൊക്കെ വേണ്ടിയാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെഷീൻ പാർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. സിമ്പിൾ കാൽക്കുലേഷന് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയണം.
ഫോർ എക്സാമ്പിൾ ഒരു ഹാക്സോ ബ്ലേഡിന്റെ ടീത്ത് തന്നിട്ട് അതിന്റെ പിച്ച് കണ്ടെത്തിയിട്ട് അത് ഏത് ലെവലിലുള്ള ആക്സോ ബ്ലേഡിൽ വരും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയണം. അല്ലെങ്കിൽ ഒരു ഗിയർ മെക്കാനിസം വരുന്ന സമയത്ത് നമുക്ക് ഗിയറിൽ പിച്ചും ഡയമീറ്ററൽ പിച്ചും തന്നു കഴിഞ്ഞാൽ അതിന്റെ മൊഡ്യൂൾ കണ്ടെത്താൻ അറിയാൻ കഴിയണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിമ്പിൾ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരൊറ്റ ഇക്വേഷനിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് സിമ്പിൾ കാൽക്കുലേഷൻസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം. ദെൻ ടൂൾസിന്റെ സ്പെസിഫിക്കേഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ടൂളുകൾ ഓരോ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ടൂൾസിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അങ്ങനെ മൊഡ്യൂളിന്റെ എല്ലാ ഭാഗത്തു കൂടി കവർ ചെയ്തു പോകുന്ന രീതിയിൽ തന്നെ പഠിക്കുക. എങ്കിലേ നമുക്ക് നല്ലൊരു മാർക്ക് ഫിറ്ററിന്റെ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിറ്ററിന്റെ എക്സാമിന്റെ ഡേറ്റ് സെപ്റ്റംബർ 11 ഞാൻ ഒരു തവണ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ സെപ്റ്റംബർ 11 വേണ്ടിയിട്ടുള്ള ഫിറ്ററിന് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൽ നമുക്ക് ഈ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫുള്ളി സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടുള്ള റെക്കോർഡഡ് കണ്ടന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആ വീഡിയോസിന്റെ PDF നോട്ടുകൾ ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, MCQ കൊടുത്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മളുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. നമ്മൾ ഇവിടുന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. ഇതുവരെ ഒരു ബാച്ചിലും ജോയിൻ ചെയ്യാതെ പഠിച്ചു തുടങ്ങാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമുക്ക് 2 മാസം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് ഫിറ്ററിൽ നല്ലൊരു റാങ്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഫിറ്ററിന്റെ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് MCQയും അതേപോലെ തന്നെ ഫിറ്ററിന്റെ എക്സാമിന് ഉപകാരപ്രദമാവുന്ന ക്ലാസ്സുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്